ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അതിൻ്റെ പേരാണ് ബനാന ഫോസ്റ്റർ. ഇതിന് ബനാന ഫ്ലാംബേ എന്നും പറയാറുണ്ട്. ഇതിനകത്ത് നമ്മൾ ആൽക്കഹോൾ ഒഴിക്കും, എന്നിട്ട് അത് കത്തിക്കും. ആ ഒരു പ്രോസസ്സിനാണ് ഫ്ലാംബേ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. പക്ഷേ ഇതിന് നല്ലൊരു ടേസ്റ്റുമാണ്. നമ്മൾ സാധാരണ ഇത് കഴിക്കുന്നത് ഐസ്ക്രീമിൻ്റെ കൂടെയാണ്. അപ്പോൾ ഐസ്ക്രീമിൻ്റെ ആ തണുപ്പും പിന്നെ ഈ ബനാന ഫോസ്റ്ററിൻ്റെ ചൂടും ഇത് രണ്ടും കൂടെ കൂടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ബനാന ഫോസ്റ്റർ ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ വേണ്ടത് 2 പഴമാണ്. നമ്മൾ അധികം പഴുക്കാത്ത പഴം തന്നെ വേണം. ഇതിന് പകരം നമുക്ക് ഏത്തപ്പഴം വേണമെങ്കിലും ഉപയോഗിക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ബ്രൗൺ ഷുഗറാണ്. ഇത് 1/3 കപ്പ് ബ്രൗൺ ഷുഗറാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇതിന് പകരം നമുക്ക് റെഗുലർ ഷുഗർ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറാണ്. പിന്നെ കുറച്ച് നാരങ്ങാനീര് വേണം. ഇത് 1 ടീസ്പൂൺ നാരങ്ങാനീര് മതി. ഇനി നമുക്ക് കുറച്ച് സിനമൺ പൗഡർ വേണം. ഇത് ഏകദേശം 1/2 ടീസ്പൂണോളം മതി. പിന്നെ ഇതിനകത്ത് വേണ്ടത് കുറച്ച് റമ്മാണ്. ഇതിന് പകരം വിസ്കിയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമ്മളിത് അവസാനം ഇത് കഴിക്കുന്നത് ഐസ്ക്രീമിൻ്റെ കൂടെയാണ്. അതോടെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം തന്നെ റെഡിയാക്കി വെക്കണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ബനാന ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മളതിൻ്റെ 2 അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ തൊലി നമുക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പഴം എടുക്കുമ്പോൾ അത് അധികം പഴുക്കാത്ത പഴം തന്നെ എടുക്കണം. ഇല്ലെങ്കിൽ അത് നമ്മൾ പെട്ടെന്ന് അതങ്ങോട്ട് ഒടിഞ്ഞു പോകും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലത്തെ ഒരു പഴം എടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുക്കോടെ നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഇത് നമുക്ക് 4 വേണമെങ്കിൽ കട്ട് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇന്നിത് നടുക്കോടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റേ പഴം കൂടെ ഇതുപോലെ തന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ പഴം രണ്ടും ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെക്കാം. അതൊന്ന് ചൂടാകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരുന്ന 4 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പം ബട്ടറും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ബട്ടർ മുഴുവനും ഒന്ന് മെൽറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന പഴം ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അതിൻ്റെ ആ ഫ്ലാറ്റ് സർഫസ് ഉണ്ടല്ലോ, അത് താഴെ ആകത്തക്ക വിധം ഇതുപോലെ നമുക്ക് അതിനകത്തേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 4 പീസും ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെയായിട്ട് നമ്മുടെ ആ കരാമൽ സിറപ്പുണ്ടല്ലോ, അത് കുറേശ്ശെയായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ഏകദേശം 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മളിതൊന്ന് മറിച്ചിടണം കേട്ടോ. അപ്പോൾ ഒത്തിരി സമയം ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇതങ്ങ് ഫ്ലിപ്പ് ചെയ്യാം. അപ്പോൾ ഇത് മുഴുവനും തന്നെ നേരെ അങ്ങ് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഞാനിത് മറിച്ചിടാൻ നോക്കിയപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിത് നടുവേ ഒന്ന് മുറിച്ചത്. അപ്പോൾ ഇതുപോലെ നമുക്ക് മുറിച്ച് ഇതങ്ങോട്ട് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. ഇനി ഇത് ഈ സൈഡും 1 മിനിറ്റോളം നമുക്ക് ഇതിനകത്തേക്ക് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി അതിൻ്റെ മുകളിലേക്കും ഇതുപോലെ കുറച്ച് കരാമൽ സിറപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടീസ്പൂണോളം നാരങ്ങാനീര് മതി. അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ എടുത്തു വെച്ചിരുന്ന റം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം റം ഒഴിച്ചാൽ മാത്രം മതി. ഇനി അത് ചെറുതായിട്ടൊന്ന് ചൂടാകാൻ വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ലൈറ്റർ കൊണ്ടൊന്ന് കത്തിച്ചു കൊടുക്കുക. ഇതെല്ലാം തന്നെ നന്നായിട്ട് അങ്ങ് കത്തി വരും. കുറച്ച് കെയർഫുൾ ആയിരിക്കണം കേട്ടോ ഇത് ചെയ്യുമ്പോൾ. നമ്മളിങ്ങനെ ലൈറ്റർ കൊണ്ട് കത്തിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഈ പാൻ ചെറുതായിട്ട് നമ്മുടെ ഫ്ലെയിം മേലോട്ടൊന്ന് കാണിച്ചു കൊടുത്താൽ മതി. അതൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചിട്ട് അങ്ങ് കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഈ ഫ്ലെയിം ഇതിനകത്തേക്ക് കയറിക്കൊള്ളും. അത് കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം തന്നെ കത്തി തീർന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് സിനമൺ പൗഡർ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂൺ സിനമൺ പൗഡർ മതി. അതോടെ ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന ഫ്ലാംബ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കരാമൽ ഡെക്കറേഷനാണ്. ഇതൊരു ഓപ്ഷണലാണ് കേട്ടോ. ഇത് ചെയ്യണമെന്നൊന്നുമില്ല. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ ആ ഭാഗം നമുക്ക് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ കരാമൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഷുഗർ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം 1/3 കപ്പ് ഷുഗറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്കിതുപോലെ ഒരു കരാമൽ സിറപ്പ് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കിതുകൊണ്ടൊരു ഡെക്കറേഷൻ ഉണ്ടാക്കണം. അപ്പം ഞാനിതിന് വേണ്ടി ഒരു സ്പൂൺ ഇതുപോലെ എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് കുറച്ച് ഓയിൽ നമ്മളിതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്കതങ്ങ് തുടച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ സിറപ്പ് ഇതുപോലെ നമ്മളൊരു സ്പൂണിലെടുത്തിട്ട് ഇതുപോലെ പതുക്കെ ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി.
അപ്പം നമ്മൾ 2 സൈഡിലോട്ട് ഇതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഡെക്കറേഷൻ നമുക്ക് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡെക്കറേഷൻ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുമ്പോൾ അതൊരു നെറ്റ് പോലെ ഇങ്ങനെ വരും, നല്ലൊരു ഷേപ്പ് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. പിന്നെ ആ എക്സ്ട്രാ ഉള്ളത് ഇതുപോലെ ഒരു സിസേഴ്സ് കൊണ്ട് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ കാണാറില്ല നല്ല രസമുള്ള ഡെക്കറേഷനൊക്കെ. അപ്പോൾ ഇതുപോലെയാണ് അതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഒരു ഡെക്കറേഷൻ എടുത്തിട്ടുണ്ട്, അത് നമുക്കങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അതിനുവേണ്ടി വനില ഐസ്ക്രീമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഏകദേശം ഒരു 3 ചെറിയ സ്കൂപ്പ് ഐസ്ക്രീമാണ് ഞാനിവിടെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് നമ്മുടെ പ്ലേറ്റിൻ്റെ നടുക്കോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബനാന ഫോസ്റ്റർ ഈ ഐസ്ക്രീമിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 2 സൈഡിലും ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ അതിനകത്തുള്ള കുറച്ച് സിറപ്പുണ്ടല്ലോ, ആ കരാമൽ സിറപ്പോടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ സിറപ്പോടെ വരുമ്പോഴാണ് ഇതിൻ്റെ റിയൽ ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്കതൊരു മിൻറ്റ് ലീഫ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു മിൻറ്റ് ലീഫ് ഇതിൻ്റെ നടുക്കോട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന കരാമൽ ഡെക്കറേഷൻ ഉണ്ടല്ലോ, അതുകൂടെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കാം. വളരെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ, കാരണം ഇത് വളരെ ഡെലിക്കേറ്റാണ്. അപ്പോൾ അതുകൂടെ വെച്ച് കഴിയുമ്പോൾ ഇതിന് വളരെ ഒരു നല്ലൊരു ലുക്കുണ്ടല്ലേ. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്ന ഒരു ബനാന ഫ്ലാംബയുടെ ഒരു സ്റ്റൈലും ലുക്കും ഒക്കെ വന്നിട്ടുണ്ട് അല്ലേ. എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ ഇതൊരു ഓപ്ഷനിലാണ് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ആ ഡെക്കറേഷൻ ചെയ്താൽ മതി, ഇല്ലെങ്കിലും അതിൻ്റെ ടേസ്റ്റൊക്കെ സെയിം തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് കുറച്ചെടുത്തൊന്ന് കഴിച്ച് നോക്കിയാലോ. ഞാനൊരു ചെറിയ പീസ് ബനാനയും പിന്നെ കുറച്ച് ഐസ്ക്രീമും, ഇത് രണ്ടും കൂടെ നമ്മുടെ കരാമൽ ഡെക്കറേഷൻ പതുക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് അത് രണ്ടും കൂടെ എല്ലാം കൂടെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കഴിക്കാം. വളരെ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ അല്ലേ എങ്ങനെയാണ് ബനാന ഫോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. വളരെ ഈസി അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഇതിനകത്ത് നമ്മൾ ആൽക്കഹോൾ ഒഴിച്ചിട്ട് കത്തിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ എഫക്റ്റ് ഒക്കെ അങ്ങ് പോകും. എന്നിട്ട് ആൽക്കഹോളിൻ്റെ ജസ്റ്റ് ആ ഫ്ലേവർ മാത്രമേ നിൽക്കത്തുള്ളൂ. ഇനി നിങ്ങൾക്ക് ആൽക്കഹോൾ ഒഴിക്കാനായിട്ട് താല്പര്യം ഇല്ലെങ്കിൽ ആ ഭാഗം നമുക്ക് അവോയ്ഡ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള പോലെ ചെയ്താൽ മാത്രം മതി. പിന്നെ ഇത് ആൽക്കഹോൾ ഒഴിച്ച് കത്തിച്ച് ആ ഒരു ഫ്ലേവർ വരുമ്പോഴാണ് ഇതിൻ്റെ ആ റിയൽ ടേസ്റ്റ് വരുന്നത്. എന്തായാലും നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാനും പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. വീണ്ടും അടുത്ത ആഴ്ച നമുക്ക് വേറെ വീഡിയോയുമായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. ബൈ ഫോർ നൗ.